കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വേദഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കുറേ പേര് ഇവിടെ ഇല്ലായിരുന്നു, അന്നേരം ചുരുക്കം പേരെ ഉള്ളായിരുന്നു. ജസ്റ്റ് വേഗത്തിൽ അതിൻ്റെ ഒന്ന് ബുള്ളറ്റ് പോയിൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് യെശയ്യാ പ്രവചനം, അതിൻ്റെ യെശയ്യാ പ്രവചനം അല്ലല്ലോ, യിരെമ്യാ പ്രവചനം അല്ലേ, യിരെമ്യാ പ്രവചനം അതിൻ്റെ 29 എത്രയായിരുന്നു, 11. ഒന്ന് വായിക്കാം, വേഗത്തിൽ വായിക്കാം. മൈക്ക് എടുത്ത് വായിക്കണേ ഒന്ന് പ്ലീസ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, യഹോവയുടെ അരുളപ്പാട് നിങ്ങൾക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കായി തീരുമെന്നുള്ള ഒരു അരുളപ്പാട് ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അല്ലേ. നമ്മളിവിടെ ചിന്തിച്ചായിരുന്നു, ഇവിടെ ഞാൻ വേഗത്തിൽ സമറൈസ് ചെയ്യുവാണ് നിങ്ങൾക്ക് ബാക്കി വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റിന് വേണ്ടി. ഇവിടെ നമ്മൾ ചിന്തിച്ച ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളിൽ നിന്ന് അവരുന്ന ബാബിലോണിയൻസ് അവരുടെ യവനക്കാരെയും അവരുടെ കഴിവുള്ള ആൾക്കാരെയും അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ അവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിൽ കൊണ്ടുപോയി അവിടെ അവരുടെ വേലകളിൽ ഏൽപ്പിച്ചു. ആമേൻ. ഇപ്പം അവരുടെ ഫാമിലീസിലെ ആൾക്കാരെ യവനക്കാരെ അവർ കൊണ്ടുപോയി. നമുക്കറിയാമല്ലോ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ ഇവരെയൊക്കെ അവർ കൊണ്ടുപോയി. ബാബിലോണിയൻസ് അവിടെ കൊണ്ടുപോയി, അവിടുത്തെ രാജാക്കന്മാർ അവിടെ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളിലും അവിടുത്തെ പാലസിലെ ഓരോ കാര്യങ്ങളിലും അങ്ങനത്തെ സെലസ്റ്റിയൽ നക്ഷത്രങ്ങളെ കാണുവാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെയുള്ള എല്ലാ പ്രവർത്തനത്തിലും അവരെ ഉപയോഗിക്കുവാനും അവരുടെ കഴിവുകളെ ഉപയോഗിക്കുവാനൊക്കെ അവരെ ചെയ്തു. ആ സമയത്ത് ഈ ഇസ്രായേലിൽ അല്ലെങ്കിൽ യെരുശലേമിലായിരുന്ന ജനങ്ങൾ, അവിടുത്തെ പ്രവാചകന്മാർ, അവിടുത്തെ ജനങ്ങൾ, മൂപ്പന്മാർ, അവരെല്ലാം ഒരു ഭയങ്കര വിഷമത്തിലായിരുന്നു, വളരെ ഒരു വിഷമത്തിലുള്ള അവസ്ഥയിലായിരുന്നു അല്ലേ. അവർക്കൊരു വലിയൊരു ട്രബുലേഷനായിരുന്നു. ഈ അവരുടെ കുടുംബം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. പകുതി പേരെ അവർ കൊണ്ടുപോയി, പകുതി പേരെ അവർ അടിമയാക്കിയിരിക്കുന്നു. ഇങ്ങനെ ആ അവസ്ഥയിലായിരുന്നപ്പോൾ അവർ നിലവിളിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും, 2 പ്രവാചകന്മാരവിടെ എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരെ ഈ വളരെ കഷ്ടത്തിലും വളരെ വേദനയിലും പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഇവരെ ഇതിനുവേണ്ടി എന്തുവാണ് ദൈവമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പ്രവാചകന്മാർ അവിടെ എഴുന്നേൽക്കുന്നത് നമുക്ക് കണ്ടു. ഒരു പ്രവാചകനാണ് ആരായിരുന്നു? ഹനന്യാ പ്രവാചകൻ. ഹനന്യാ പ്രവാചകൻ വന്ന് എഴുന്നേറ്റ് പറഞ്ഞു, വേഗത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്നു, 2 വർഷം കൊണ്ട് നിങ്ങളുടെ ഈ യെരുശലേം ദേവാലയത്തിലെ ഈ ഇവിടുത്തെ ആർട്ടിക്കിൾസും കാര്യങ്ങളും ഗോൾഡും എല്ലാം അവരെ എടുത്തുകൊണ്ട് പോയി. ആരാ? ബാബിലോണിയൻസ്. ഇത് ഞാൻ അവരുടെ നുകം വെച്ചിരിക്കുന്ന ഒടിക്കും. ദൈവം കൽപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പേര്, യഹോവയുടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഹനന്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, ഇതെല്ലാം ഈ പ്രയാസമെല്ലാം അതിവേഗം മാറും, നിങ്ങളെ കൊണ്ടുപോയ ജനത്തെ എല്ലാം മടക്കിക്കൊണ്ടുവരും, ദേവാലയത്തിലെ ആർട്ടിക്കിൾസ് എല്ലാം മടക്കിക്കൊണ്ടുവരും, വേഗത്തിൽ തന്നെ നടക്കും, സംഭവിക്കും എന്ന് ഒരു യഹോവയുടെ അരുളപ്പാടാകുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രവാചകനോട് പ്രസ്താവിച്ചു. എന്നാൽ മറ്റൊരു പ്രവാചകനാണ് ആരാണ്? യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാ പ്രവാചകൻ ദൈവം അയച്ച പ്രവാചകനാണ്. മറ്റേ പ്രവാചകൻ കള്ളപ്രവാചകനായിരുന്നു. അന്നേരം യിരെമ്യാ പ്രവാചകൻ വന്നവൻ പറഞ്ഞു, അങ്ങനല്ല, ദൈവം ഇതുകൊണ്ടല്ല, ഇതിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പറയുന്നത് വേഗത്തിൽ ഞാൻ ചെയ്യും, 2 വർഷം കൊണ്ട് ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് അവിടെ ഒരു പ്രൊഫറ്റിക് ആക്ട് മറ്റേ ഹനന്യാവ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഈ പ്രവാചകനായ യിരെമ്യാവ് തോളത്ത് വെച്ചിരിക്കുന്ന നുകം എന്ന് പറഞ്ഞാൽ പ്ലോ അല്ലേ, ആ നുകത്തെ എടുത്ത്, തടിയുടെ നുകത്തെ എടുത്ത് ഒടിച്ചിട്ട് പറഞ്ഞു, ഇതൊരു പ്രൊഫറ്റിക് ആക്റ്റാണ്, ഇത് ഞാനിവിടുത്തെ ഒടിച്ചു കളയുന്നു, ഇതുപോണൊക്കെ ബാബിലോണിയൻ എംപയർ അത് വീണിരിക്കും, യഹോവ ആ നുകത്തെ തകർത്തിരിക്കുന്നു, ഇനി നമ്മുടെ സാധനങ്ങൾ മടങ്ങി വരും, നമ്മുടെ ജനമെല്ലാം മടങ്ങി വരും, ആ പ്രയാസം മാറും എന്നവിടെ പ്രഖ്യാപിച്ചു. പക്ഷേ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, അങ്ങനല്ല, ദൈവത്തിന് ഒരു നിരൂപണമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. ഇതെല്ലാം അനുവദിച്ചു കൊടുത്ത്, ഈ ജനത്തെ അവിടെ കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചു കൊടുത്തത്, അത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അത് മാത്രമല്ല, അതിനൊരു സമയവും ദൈവം വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ 2 വർഷമോ നിങ്ങൾ 2 മാസമോ അല്ലെങ്കിൽ 2 നിമിഷമോ എന്ന് പറഞ്ഞാലല്ല, ദൈവം വെച്ച അവിടെ 70 സംവത്സരോട് വെച്ചിരുന്നു. അത് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അവിടെ പറഞ്ഞു, ഈ 70 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം മടക്കി കൊണ്ടുവരും എന്നോട് ആ വാക്ക് നമ്മൾ വായിച്ചായിരുന്നു, എടുക്കുന്നില്ല, നമ്മൾ വായിച്ചായിരുന്നു. അതെല്ലാം ആ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അവിടെ പറയുന്നു, പ്രസ്താവിക്കുന്നു. അന്നേരം തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഹനന്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും മധ്യത്തിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയും ഹനന്യാ പ്രവാചകനെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, നീ മരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അന്നേരം നമ്മൾ ഈ
എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കിയത്, ഈ ഇവൻറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ദൈവത്തിന് ഒരു നിരൂപണമുണ്ട്. ദൈവത്തിന് എല്ലാ കാര്യത്തിനും ഒരു പ്ലാൻ ഉണ്ട്. അത് നമുക്ക് ദോഷത്തിന് വേണ്ടിയല്ല, അത് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ. അന്നേരം നമ്മൾ ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ ആയിരിക്കുമ്പോൾ നമ്മുടെ മുൻപാകെ വലിയ ഒരു ചാലഞ്ച് നിൽക്കുവാണെങ്കിൽ, ആ ചാലഞ്ച് ദൈവത്തിന് അതിനുവേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ചാലഞ്ച് മുഖാന്തരം നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും നേടുവാനുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി, ദൈവത്തിലേക്ക് നിലവിളിക്കുവാൻ വേണ്ടി, എന്നോട് നിലവിളിക്കും, ഞാൻ അവരുടെ നിലവിളി കേൾക്കും, അവരെന്നെ അന്വേഷിക്കും, ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇതാണ് ദൈവത്തിൻ്റെ, നമ്മൾ വായിച്ചായിരുന്നില്ല, ഞാൻ വായിക്കുന്നില്ല, യെരമ്യാ പ്രവാചകന്റെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ദൈവം അവിടെ ആഗ്രഹിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ അതായിരുന്നു. അന്നേരം ഇതിനു വേണ്ടി 2 വർഷം കൊണ്ട് നടക്കത്തില്ല, അത് 70 സംവത്സരം എടുക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് നമ്മൾ അതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ. ദാനിയേൽ പ്രവാചകൻ അത് പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രവാചകൻ ഈ ജനത്തിൻ്റെ വേണ്ടി നിലവിളിച്ചു, ഈ ജനത്തിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ദം, ഓഫ് ദ പീപ്പിൾ, ഇത് എല്ലാം ഏറ്റു പറഞ്ഞു, തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞു. ഞങ്ങൾ അന്യദേവന്മാരെ സേവിച്ചു പോയി, ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ള ആ ക്ഷമ യോജിച്ചു. അന്നേരമാണ് ദൈവം കാര്യങ്ങൾ അവിടെ മറ്റൊരു രാജാവ്, കോരേഷിൻ്റെ രാജാവിനെ അവിടെ എഴുന്നേൽപ്പിച്ച് ഇവരുടെ ആലയം പണിയുവാൻ, ഇവരുടെ ജനത്തെ മടക്കി കൊണ്ടുവരുവാനുള്ള എല്ലാ പദ്ധതിയും ദൈവം അവിടെ കാണിച്ചു കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് നമ്മുടെ ഫേവറബിൾ അല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മൾ ആണെങ്കിൽ, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആമേൻ. ആ പ്ലാൻ ഒരിക്കലും നമ്മുടെ ദോഷത്തിന് വേണ്ടിയല്ല. ഇപ്പം നമ്മൾ പറയും, നമ്മൾ ദൈവത്തിനോട് വളരെ അടുത്താണ് ഇരിക്കുന്നത്, ഇസ്രായേൽ മക്കളെ പോലെ നമ്മൾ ദൂരെ ഒന്നും അല്ല ഇരിക്കുന്നത്, നമ്മൾ ദൈവത്തെ മാത്രമാണ് സേവിക്കുന്നത്, മറ്റൊരാളെ അല്ല സേവിക്കുന്നത്. എന്നാൽ പിന്നെ എന്താ നമുക്ക് പ്രശ്നം? ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് ഒന്നുകൂടി പറ്റിയിരിക്കാനായിരിക്കും, ചിലപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യം നൽകുവാൻ വേണ്ടിയായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പറയുവാൻ വേണ്ടി. ദൈവം ഒരു അസാധ്യമായ ഒരു കാര്യം, ഒരു വൻ കാര്യം, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തു, അത് എന്നേക്ക് വേണ്ടി എനിക്ക് മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി, അതൊരു സാക്ഷ്യമായിട്ട് എനിക്ക് നൽകുവാൻ വേണ്ടി പോകുമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അതൊരു പോക്ക് വഴിയായിട്ട് ദൈവം വരും ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ തരുമാറാകും. ആമേൻ. ആ ഉറപ്പ് നമുക്ക് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ഭവിക്കുകയില്ല, എല്ലാം നന്മയ്ക്കായി ഞാൻ ചെയ്തിരുന്നു. ആമേൻ. എനിക്കൊരു നിരൂപണമുണ്ട്, ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ആയിരുന്നു. ഇത് നമ്മൾ ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാം. അത് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 55:8-9. യെശയ്യാ 55 verse 8 and 9. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ ഉയർന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ വിചാരങ്ങളും. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യന്റെ വഴികളും മനുഷ്യന്റെ വിചാരങ്ങളും. ദൈവത്തിന്റെ വഴി ഏറ്റവും ഉന്നതമായ വഴി. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? മൈ പ്ലാൻ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. അടുത്ത ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശം ഭൂമിക്ക് മീതെ എത്ര ഉയർന്നിരിക്കുന്നു, അതിന്റെ മധ്യത്തിൽ എത്ര വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത്രയും വലിയ ഗ്യാപ്പാണ് നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിചാരങ്ങളും, അതുമാത്രമല്ല ദൈവത്തിന്റെ വിചാരങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം. അതാണ്, അത്രയും വലിയൊരു ഗ്യാപ്പാണ് അവിടെ കിടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മാനുഷിക കാര്യങ്ങൾ ബുദ്ധി മണ്ഡലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കംഫർട്ടിനെ വേണ്ടി ചിന്തിക്കും. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്, ഇത് നടക്കേണ്ടത്, അത് മാത്രമാണ് നമ്മൾ നോക്കി പാർക്കുന്നത്, അത് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആമേൻ. എന്നാൽ ദൈവം അതല്ല പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ ചിന്തകൾ അത് വളരെ വ്യത്യസ്തമാണ്. ആമേൻ, ഹല്ലേലൂയ. മുമ്പേ നമ്മൾ ചിന്തിച്ച പോലെ അത് നമുക്ക് ദോഷത്തിന് വേണ്ടി ഒരിക്കലുമല്ല. ആമേൻ. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തുവാ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം എന്തുവാണ്? റോമർക്കെതിരെ എന്തു എഴുതി? നമുക്കറിയാവുന്ന വാക്യല്ലേ പറഞ്ഞേ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആമേൻ. ആ ഉറപ്പ് നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് പേടിക്കുന്നൊന്നുമില്ല. എന്നാൽ ഈ പ്രശ്നം വരുമ്പോൾ, ചാലഞ്ച് വരുമ്പോൾ അതിൻ്റെ കാരണം എന്തുവാണ്? ഇവിടെ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, നമ്മൾ മുമ്പ് ചിന്തിച്ചല്ലോ. ആ പ്ലാൻ എന്തുവാണ്? അതൊരു വലിയൊരു പ്ലാനാണ്. നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അന്നേരം ഈ പറഞ്ഞ പോലെ ഈ ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ ആയിരിക്കും, നമുക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാനുഷിക ചിന്തയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്.
നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് മാത്രമേ നമ്മൾ മിക്കവാറും ചിന്തിക്കാറുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് എനിക്ക് എന്തോ വേണം, അതാണ് നമ്മൾ കൂടുതലും നമ്മൾ ചിന്തിക്കാറ്, നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ വിചാരം ഇന്ന് മാത്രമല്ല, നാളെ മാത്രമല്ല, അങ്ങ് നിത്യത വരെയുള്ള, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ നിത്യതയോളം നമ്മുടെ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ആ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലുള്ളത്. ആമേൻ ഹല്ലേലൂയ. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരപ്പെടുന്നു, നമ്മൾ ഭാരപ്പെടുന്നു, നമ്മൾ കരയുന്നു, നിലവിളിക്കുന്നു, ഇതെല്ലാം എന്തുവാണ്? ഇന്നത്തെക്കുറിച്ചാണ്. ആമേൻ ഹല്ലേലൂയ. വേണമെങ്കിൽ ഒരു നാളത്തേക്ക്, ഒരു നിമിഷത്തെക്കുറിച്ചും ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ നിരൂപണങ്ങളും ഒക്കെ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി ചിന്തിച്ചിരിക്കുന്നത്, ആ ചിന്തകൾ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ, അത് നമ്മളെ നിത്യതയോളം നമ്മളോട് അടുപ്പിക്കുന്ന ഒരു വിചാരങ്ങളാണ്. ആമേൻ ഹല്ലേലൂയ. അന്നേരം ഇതാണ് നമ്മുടെ ദൈവമക്കളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം, നമുക്കെല്ലാം വിശ്വാസമുണ്ട് അല്ലേ, നമ്മളെല്ലാം ഇത് ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. എന്നാൽ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, നമ്മൾ ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും, ഏതെങ്കിലും സാഹചര്യങ്ങളിലായിരിക്കുന്നു, നമ്മൾ ആ ജീവിതയാത്രയിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ വഴിയാണോ അതോ അല്ലയോ? ഞാൻ ഈ പോകുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണോ അതോ ദൈവത്തിൻ്റെ ഹിതമാണോ? നമ്മൾ ചിന്തിച്ചല്ലോ, എൻ്റെ വഴിയല്ല നിങ്ങളുടെ വഴി, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ. അന്നേരം നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഈ ചിന്തിക്കുന്നത്, നമ്മൾ ഈ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ചിന്തയാണോ അതോ ദൈവത്തിൻ്റെ ഹിതമാണോ, ദൈവത്തിൻ്റെ വിചാരത്തിനോട് അനുബന്ധിച്ചതാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ചിന്ത അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആഗ്രഹിക്കുന്നത്, അത് ചോയ്സസ് ഉണ്ട് നമുക്കല്ലേ. ദൈവം നമുക്ക് ചോയ്സ് തന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ എടുക്കുന്ന ആ ചോയ്സസ്, നമ്മൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്ന, നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ചോയ്സസ്, നമ്മൾ എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അല്ലേ. എന്നാൽ അത് ദൈവത്തിൻ്റെ വഴിയാണോ, ദൈവത്തിൻ്റെ വിചാരങ്ങളാണോ, ദൈവത്തിൻ്റെ ചിന്തയുടെ അനുരൂപമാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വഴി നമ്മൾ പോയി അതാണോ നമുക്ക് ശോധന ചെയ്യണം അല്ലേ. അതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ സാധിക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പം എക്സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സോ ജസ്റ്റ് കുറച്ച് 2-3 പോയിന്റ്സ് ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് സംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ഇറ്റ് വിൽ ബി ഓൾ ബെനിഫിഷ്യൽ ഫോർ അസ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പോകുന്ന വഴികൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണോ അതിന് വിപരീതമായിട്ടാണോ എന്ന് നമുക്ക് ശോധന ചെയ്യാം അല്ലേ. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു, ഒരു പ്രയാസത്തിൽ നമ്മൾ വിടുതൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇന്നത് വേണമെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ട്, നമുക്കൊരു ഒരു മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു വിഷ് ആയിരിക്കട്ടെ. അതാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ടുള്ള ഒരു വിഷാണോ, ഒരാഗ്രഹമാണോ? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ എനിക്ക് അവസരം വരുമോ ആ വിഷനെ ഫോളോ ചെയ്താൽ? എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഐ തിങ്ക് പറഞ്ഞതിന് ഉദ്ദേശം, നമ്മുടെ വിഷ്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇച്ഛ, നമ്മുടെ നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇന്ന് നമ്മൾ ഒരു പ്രെയർ പോയിന്റ് നമ്മൾ വെച്ചിരിക്കുന്നത്, ആ പ്രെയറിൻ്റെ റിസൾട്ട്, നമ്മുടെ വിഷിൻ്റെ ഫുൾഫിൽമെൻറ്റ്, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാരമാണോ? അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇത് നമുക്കൊന്ന് ചോദന ചെയ്യാൻ പറ്റും അല്ലേ. അതൊന്നാമത്തെ പോയിന്റ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അടുത്തത്, നമ്മൾ ഈ ചോദിക്കുന്ന വിഷയം, നമ്മൾ ഈ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന വിഷയം, അതിൽ മഹത്വം ആർക്കാ ലഭിക്കുന്നത്? എനിക്കാണോ ദൈവത്തിനാണോ? ആമേൻ ഹല്ലേലൂയ. ഇത് പ്രാപിച്ചു കഴിയുമ്പോൾ, ഈ പ്രാർത്ഥനാ വിഷയം ഞാൻ നേരിട്ട് കഴിയുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, അത് പ്രാർത്ഥന ദൈവം കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാനത് എൻ്റെ കയ്യിൽ പ്രാപിച്ചു കഴിയുമ്പോൾ, അതിൻ്റെ മഹത്വം ആർക്കാ? പുകഴ്ച ആർക്കാ? എനിക്കാണോ? ആമേൻ ഹല്ലേലൂയ. അതോ ദൈവത്തിനാണോ? അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട അടുത്ത കാര്യം. ദൈവത്തിന് അതിൻ്റെ മുഴുവൻ മഹത്വം കിട്ടുവാണെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിനോട് യോജിക്കുന്ന കാര്യമാണ്. ആമേൻ. അതല്ല, നമുക്ക് മാനുഷികമായിട്ടുള്ള മനുഷ്യനാണ് അതിൻ്റെ പുകഴ്ച കിട്ടുന്നത്, അല്ലെ മറ്റൊരു മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യമാണെന്ന് മറ്റൊരു മനുഷ്യനാണ് പുകഴ്ച കിട്ടുന്നത്. ദൈവത്തിൻ്റെ വഴിയല്ല അത്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട്,
പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചായിരുന്നല്ലോ അല്ലേ. അന്നേരം ഈ ഫലത്തിലെ ഒരു ഫലമാണ് എന്തുവാണ്? സമാധാനം അല്ലേ, സന്തോഷം അല്ലേ, പീസ്, ജോയ്. അന്നേരം ഇതിൻ്റെ ഈ ഒരു കാര്യം ആണോ റിസൾട്ടായിട്ട് വരുന്നത്? ഇത് പ്രാപിച്ചു കഴിയുമ്പം എനിക്ക് സന്തോഷം ഉണ്ടോ? സമാധാനം നിലനിൽക്കുന്നുണ്ടോ? അമേൻ, ഹല്ലേലൂയ. അതോ ഞാൻ അങ്ങ് ഭയങ്കര ടെൻഷനിലും സ്ട്രെസ്സിലും പ്രയാസത്തിലും ആണോ? അമേൻ. അത് നമുക്ക് ഒരു അടുത്ത ടെസ്റ്റായിട്ട് നമുക്ക് നോക്കാം. അത് പ്രാപിച്ചു കഴിയുമ്പോൾ, ആ പ്രാർത്ഥന വിഷയം നമ്മൾ നേടി കഴിയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ ലഭിക്കേണ്ടത്? ദൈവിക വചനം അനുസരിച്ച് എന്തുവാ? നമുക്ക് പീസാണ് ലഭിക്കേണ്ടത്, നമുക്ക് സന്തോഷമാണ് ലഭിക്കേണ്ടത്, നമുക്ക് സമാധാനമാണ് ലഭിക്കേണ്ടത്. അമേൻ, ഹല്ലേലൂയ. എന്നാൽ അതൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വഴിയായിരിക്കുമോ? അമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴിയാണെങ്കിൽ ദൈവം അതിൻ്റെ കൂടെ ഒരു കഠിനാധ്വാനം ആഡ് ചെയ്യത്തില്ലെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അല്ലേ. ദൈവം നൽകുന്ന എല്ലാം അതിൻ്റെ കൂടെ ഒരു he doesn't add toil to that നമ്മൾ വചനത്തിൽ വായിക്കാറുണ്ടല്ലേ. ഓക്കെ, സ്തോത്രം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വഴികൾ നമ്മൾ പെർസ്യൂ ചെയ്യുന്നു, നമ്മുടെ വഴികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, നമ്മളെ ആഗ്രഹത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ അതിലേക്ക് അത് നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ, നമ്മൾ സ്വയത്തിൽ ഉള്ള കഴിവിലാണോ വിശ്വസിക്കുന്നത്, അതോ ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? അതും അടുത്ത ടെസ്റ്റാണ്. അമേൻ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറേ ടെസ്റ്റുകൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ ആണോ അല്ലയോ എന്നുള്ള, ഇത് ദൈവത്തിൻ്റെ വഴിയാണോ, ദൈവത്തിൻ്റെ ചിന്തയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള കുറച്ച് പോയിന്റ്സുകളാണ് ഞാൻ പറഞ്ഞത്. അമേൻ, ഹല്ലേലൂയ. അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ പ്രാർത്ഥന വിഷയം നേടിയെടുക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ വിശ്വാസത്തിലാണോ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയത്തിലുള്ള വിശ്വാസം, എൻ്റെ കഴിവിലുള്ള വിശ്വാസം, അതിലാണോ ആശ്രയിക്കുന്നത്? അതോ ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം, ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തിൽ ആണോ ഞാൻ ആശ്രയിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. അതാണ് അടുത്ത ടെസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. സോ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഞാൻ ഈ പോകുന്ന വഴി ദൈവത്തിന് അനുകൂലമുള്ള വഴിയാണോ? ഞാൻ ഈ ആഗ്രഹിക്കുന്ന വിഷയം, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന് അനുകൂലമായ വിഷയമാണോ? ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ചോദന ചെയ്യാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മളെ എല്ലാവരെയും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മ വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഇത് ഈസി ആയിരിക്കും. നമ്മൾ പലവിധമായിട്ടുള്ള അവസ്ഥയിൽ, സാഹചര്യങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ക്രോസ് റോഡിൽ നമ്മൾ ചെന്ന് നിൽക്കും അല്ലേ. നമ്മുടെ മുൻപാകെ ചിലപ്പോൾ 2 വഴികൾ കാണും. നമ്മൾ വിചാരിക്കും നമ്മൾ ഏത് വഴിയിലാണ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇതെല്ലാം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഒരു അവസ്ഥ അല്ലേ. നമ്മൾ എങ്ങോട്ട് പോകണം? കർത്താവേ, ഇതിന് തിരഞ്ഞെടുക്കണോ, ഞാൻ ഇതുവഴി പോകണോ? ഇത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അല്ലേ. ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണ്? അങ്ങയുടെ വിചാരങ്ങൾ വലുതാണ്. അങ്ങയുടെ വിചാരം എനിക്ക് നിത്യതയോട് അടുപ്പിക്കുന്ന ഒരു വിചാരങ്ങളാണല്ലോ. അതേതാണ് കർത്താവേ എന്ന് കാണിച്ചു തരണമേ എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിനൊരു ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പറയുവാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് അത് പ്രയോജനമായാൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു കഥ പറയാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഒരു പിതാവ്, ഒരു ഫാദർ ആൻഡ് സൺ, ഒരു പിതാവും ഒരു മകനും അവർ ഉണ്ട്. ഓക്കെ, പിതാവ് മകനെ വളരെയധികം സ്നേഹിക്കുന്നു, മകനും പിതാവിനെ അധികം സ്നേഹിക്കുന്നു. ഇപ്പം ഹേഡനും ജിബിൻ ബ്രദറുമായി ചിന്തിച്ചു. അന്നേരം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുവാൻ വേണ്ടി പിതാവിന് വളരെ ഒരു ആഗ്രഹമുണ്ട് അല്ലേ. കുഞ്ഞിനും ഗിഫ്റ്റ് എനിക്ക് ലഭിക്കുമല്ലോ, എനിക്ക് വേണമല്ലോ എന്നുള്ളൊരു ആഗ്രഹം കുഞ്ഞിനുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞിൻ്റെ മനസ്സിൽ കുറച്ച് നിരൂപണങ്ങൾ, കുഞ്ഞിൻ്റെ ചിന്തകൾ അല്ലേ. അവൻ്റെ ചിന്ത എന്തുവാ? ഒരു നല്ല ടോയ്, നല്ല കാണാൻ കൊള്ളാവുന്ന നല്ല അട്രാക്റ്റീവായിട്ടുള്ള ടോയ്, അവൻ്റെ കൂട്ടുകാരുടെ ഉള്ള ഒരു ടോയ്, അതൊക്കെ വേണമെന്നുള്ള അവൻ്റെ നിരൂപണം. എന്നാൽ പിതാവിൻ്റെ നിരൂപണം എന്തുവാണ്? ഈ കുഞ്ഞിന് ഉപയോഗപ്പെടുന്നത് ഒരു ടോയ്ക്ക്, ഒരു ഗിഫ്റ്റ് ഇവന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുക. അവൻ്റെ ലൈഫിന് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കട്ടെ, അതവൻ യൂസ് ചെയ്യുമ്പോൾ അത് ഒരു സ്കില്ലായിട്ട് ഡെവലപ്പ് ആകട്ടെ, അല്ലെങ്കിൽ അതവന് ലൈഫ് ലോങ് ഒരു മെമ്മറബിൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കട്ടെ എന്നുള്ളതായിരിക്കും പിതാവിൻ്റെ ആഗ്രഹം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ടോയ് നമുക്ക് മേ ബി എക്സാമ്പിളിന് വേണ്ടി നമുക്ക് എടുക്കാം. ഇപ്പം ജിബിൻ ബ്രദർ ആഗ്രഹിക്കുന്ന അവനൊരു കീബോർഡ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. ഒരു കുഞ്ഞ് കീബോർഡ് വാങ്ങിച്ചു അവനത് പ്ലേ ചെയ്ത് കുഞ്ഞിനെ അങ്ങനെ മ്യൂസിക്കുമായിട്ടുള്ള ഒരു ഡ്രം, ഓക്കെ ഡ്രം ആയിരിക്കട്ടെ. ഓക്കെ, സ്തോത്രം, അത് നല്ല കാര്യം. ഒരു ഡ്രം വാങ്ങിക്കാൻ വേണ്ടിയാ, അത് കൊടുക്കാൻ വേണ്ടിയാ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചോ. എന്നാൽ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് എന്തുവാ? അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉള്ള ഒരു ടോയ് ഗണ്ണുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നല്ല കണ്ടല്ലോ, ടോയ് ഗൺ കണ്ടല്ലോ. അതിനകത്ത് ഈ ഡാട്ടൊക്കെ ഇട്ട്
ഇങ്ങനെ ടിഷും ടിഷും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ടോയ് ഗണ്ണുണ്ട്. അത് അതിനകത്ത് നല്ല LED ലൈറ്റൊക്കെ വെച്ച് നല്ല കാണാൻ നല്ല ഭംഗിയാണ്. പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ടിഷും ഒക്കെ വെക്കുന്ന അവരുടെ ബോയ്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. കുഞ്ഞ് വിചാരിക്കുന്ന എനിക്ക് അങ്ങനത്തെ ഒരു ടോയ് എനിക്ക് കിട്ടിയാൽ കൊള്ളാം. പിതാവ് ആഗ്രഹിക്കുന്ന ഇവന് ഞാൻ ഈ കീബോർഡ് അല്ലെങ്കിൽ ഡ്രം വാങ്ങിച്ചു കൊടുത്താൽ ഇവനിത് പഠിക്കും. ഇതൊന്ന് വീട്ടിൽ ഇരുമ്പോൾ കൊട്ടും, ബോറാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കൊട്ടുമ്പോൾ ഇവനൊരു താളം വരുമ്പോൾ ഇവനിത് മ്യൂസിക് പഠിക്കും. പിന്നെ ഞാൻ ഇത് മ്യൂസിക് പഠിപ്പിക്കാൻ വിടാം. അങ്ങനെ ഇവൻ മ്യൂസിക് പഠിപ്പിക്കുമ്പോൾ ഇവൻ ടാലൻറ്റഡ് ആയി തീരും. തുടർന്ന് ഇവൻ ആരാധനയ്ക്ക് പിതാവിനൊരു വലിയൊരു പ്ലാനുണ്ട്, ഒരു ആഗ്രഹമുണ്ട് അല്ലേ. കുഞ്ഞിനെന്തോ ഒരു ടെമ്പററി ആഗ്രഹം. അവനെന്തുവാ ഈ തൽക്കാലത്തിലേക്ക് ആ ഒരു ടോയ് ഒന്ന് കണ്ടൊന്ന് കൈ പിടിച്ചാൽ അത് ഒരു ഗുണമില്ലാത്ത സാധനം അല്ലേ. അത് അപകടകര കാര്യമാണ്. അത് വെച്ച് ആരുടെ ഡാട്ട് പോയാൽ കണ്ണ് പൊട്ടിപ്പോവും അല്ലേ. അങ്ങനത്തെ അപകടമുള്ള ഒരു ടോയ് ഗണ്ണ്. എന്നാൽ ഇവർ ഈ കടയിൽ അല്ലെങ്കിൽ ലെറ്റ്സ് അസ്യൂം ഇവർ ഈ ഒരു ടോയ് ഷോപ്പിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞെന്തോ ചെയ്യുന്നത്? ആദ്യത്തെ സിനാരിയോ നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ സിനാരിയോ ആണ് ഈ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ഈ ഗണ്ണാണല്ലോ. നമ്മൾ 2 സിനാരിയോ ചിന്തിക്കാം. ആദ്യത്തെ സിനാരിയോയിൽ ഈ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ഈ ഗണ്ണാണ്, പിതാവ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഡ്രമ്മാണ്. അന്നേരം ഈ കടയിൽ പോകുമ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പിതാവ് പറഞ്ഞിട്ടില്ല ഞാൻ നിനക്ക് ഡ്രം തരുമെന്ന്. ഡ്രം തരാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞ്. അവനിപ്പോൾ അതൊരു ആഗ്രഹം അറിയത്തില്ല, അവന് പല ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരു ആഗ്രഹമാണ് ഈ ഗണ്ണെന്ന് വെച്ചോ. അന്നേരം ഇവൻ ഈ ടോയ് ഷോപ്പിലേക്ക് കടന്നു പോകുമ്പോൾ എന്തുവാണ്, ഇവന് ഇങ്ങനെ ടോയ് ഇവിടെ ഇങ്ങനെ തപ്പും, എനിക്കത് ടോയ് വേണ്ടി. അവൻ്റെ കണ്ണ് ആ ടോയിലേക്ക് പതിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ടോയ് വേണം. അതിന് പിതാവിന് മനസ്സിലായി ഇവന് ഇത് ദോഷമായിട്ടുള്ള വഴിയിലേക്കാണ് പോകുന്നത്. പിതാവ് എന്തോ ചെയ്യും? അവിടെ അവൻ്റെ വഴി മാറ്റാൻ വേണ്ടി ഒരു സാധനം അവിടെ ഒബ്സ്റ്റക്കിളായിട്ട് അവനെ നിർത്തുവാൻ വേണ്ടി, അവൻ്റെ വഴി തടയുവാൻ വേണ്ടി ഒരു കാര്യം അവിടെ ചെയ്യും അല്ലേ. അവനെ അവിടുന്ന് ആ വഴിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി, അവനെ തടയുവാൻ വേണ്ടി, അവൻ്റെ വഴി ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടി പിതാവ് ഒരു കാര്യം അവിടെ അവിടെ വെക്കും. അന്നേരം എന്തോ അവൻ ചെയ്യുന്നത്? പിതാവ് ആഗ്രഹിക്കുന്ന അവൻ്റെ വഴി തിരിച്ച് ഇങ്ങോട്ട് ഡ്രമ്മിൻ്റെ സൈഡിലോട്ട് അവനെ കൊണ്ടുപോകണം. അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ഈ കുഞ്ഞെന്തോ ആഗ്രഹിക്കുന്നത്? അവനത് കണ്ടു. ഇതവന് താൽക്കാലികമായിട്ടുള്ള ആ ഒരു പ്ലഷറിന് വേണ്ടി അവനത് വേണം. അവൻ്റെ കൂട്ടുകാരുടെ അതുണ്ട്, അത് അവനെ കണ്ടു. അവന് ഇത് വെച്ച് കളിക്കണം എന്ന് താൽക്കാലികമായിട്ടുള്ള അതുണ്ട്. പിതാവ് അവൻ്റെ വഴി ബ്ലോക്ക് ചെയ്തു. പിതാവ് ബ്ലോക്ക് ചെയ്തപ്പോൾ അവനെന്ത് വിചാരിച്ചു? അവൻ അത് അങ്ങോട്ട് പോകണം. അവനെന്തോ ചെയ്യുന്നു? അവൻ്റെ യുക്തി ഉപയോഗിക്കും. എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇവിടെ എത്തണം. അവനൊരു പുതിയ ഒരു സംതിങ് ട്രൈ ചെയ്യും. ഇതിനെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു യുക്തി അവൻ കണ്ടെത്തും. അവൻ്റെ യുക്തി കണ്ടെത്തി അവനെ സഫലമായ മുൻപോട്ട് അവൻ്റെ യുക്തിയാണ് അല്ലേ. അവനത് അത് വേണം. അതുവേണ്ടി അവനുള്ള എഫേർട്ട് എടുക്കുമല്ലേ. അവൻ്റെ എല്ലാ എഫേർട്ടും അതിനു വേണ്ടിയാണ്. ബിക്കോസ് അവനതാ വേണ്ടിയത്. ആ എഫേർട്ടിൽ അവനത് എഫേർട്ട് ഇട്ടുകൊണ്ട് അവൻ മുന്നോട്ട് ചെയ്തു. യെസ്, ഗുഡ്, ഐ എം സക്സസ്ഫുൾ. ഞാനത് ആ ഒബ്സ്റ്റക്കിൾ പാറാക്കി, ഞാൻ ഒബ്സ്റ്റക്കിൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. ഞാൻ എൻ്റെ മുൻപിൽ ഉള്ള ആ തടസ്സം മാറിക്കഴിഞ്ഞു. ഞാനിപ്പം മുൻപോട്ട് എത്തിയിരിക്കുന്നു. അതിന് അവന് വളരെ സന്തോഷം. അവൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ആ ഗോളിലേക്ക്, എൻ്റെ ആ ആഗ്രഹത്തിലേക്ക് ഞാൻ പോവുകയാണ്, എനിക്ക് ഞാൻ പ്രാപിക്കാമല്ലോ. അന്നേരം പിതാവ് എന്തോ ചെയ്യുന്നത്? പിതാവ് അതിനെക്കാട്ടി വലിയൊരു ഒബ്സ്റ്റക്കിൾ അതിന് മുൻപാകെ കൊണ്ടുവെക്കും. അതിനെ ചിലപ്പം അവിടെ ഒരു വഴി തടയാൻ വേണ്ടി അവിടെ വേറൊരു കാര്യം അവിടെ ഒരുക്കും. ചിലപ്പം ആ സാധനമാണെങ്കിൽ അത് ഷെൽഫിന് മണ്ടയ്ക്ക് എടുത്തു വെക്കും, ഇവൻ അവിടെ എത്താതിരിക്കാൻ വേണ്ടി അല്ലേ. അങ്ങനെ ചുരുക്കം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പിതാവ് എപ്പോഴും ഇവൻ്റെ മുൻപാകെ ഒരു ഒബ്സ്റ്റക്കിൾ ഇട്ടുകൊണ്ട് ഇവൻ്റെ വഴി മാറ്റുവാൻ വേണ്ടി, ഇതിലേക്ക് തിന്മയായിട്ടുള്ള കാര്യത്തിലേക്ക് മാറിയിട്ട് ഇവൻ എപ്പോഴും ഇവൻ്റെ ലൈഫിലേക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യം കൊടുക്കുവാൻ വേണ്ടി, അങ്ങോട്ട് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി പിതാവ് എപ്പോഴും പദ്ധതി ഒരുക്കൊണ്ടിരിക്കുക. അത് അവനെ തടഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരുക്കുന്നത് ആരാണ്? പിതാവാണ്. പിതാവ് ഭയങ്കര സ്ട്രോങ് ആണ്. ആമേൻ, ഹല്ലേലൂയ. ഈ കൊച്ചുകുട്ടി എന്തുവാണ് ചെയ്യുന്നത്? ഈ ഒബ്സ്റ്റക്കിളിനെ ക്രോസ് ചെയ്ത് ഇവൻ്റെ ബുദ്ധി, ഇവൻ്റെ ശക്തി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് ചെയ്ത് ഇവൻ്റെ കാര്യം സാധിക്കുവാൻ വേണ്ടി ഇവൻ ഭയങ്കര യുക്തി ചെയ്തുകൊണ്ട് ഇവൻ സക്സസ് ആകുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഞാൻ സക്സസ് ആയി, യെസ്, ഞാനിവിടെ എത്തും, ഞാൻ അത് പ്രാപിക്കും എന്നുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പിതാവിൻ്റെ മുൻപാകെ അവന് ജയിക്കാൻ പറ്റുമോ? ഇല്ല. പിതാവ് സ്ട്രോങ് ആണ്. പിതാവ് ഒബ്സ്റ്റക്കിൾ നിർത്തിയാൽ പിതാവ് ലാസ്റ്റിൽ അവൻ്റെ മുൻപാകെ നിൽക്കും. മോനെ, ഹല്ലേലൂയ. പിന്നെ പിതാവ് കൽപ്പിക്കും, മോനെ ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് അതാണ്. ആമേൻ, ഹല്ലേലൂയ. ആ അവസ്ഥ വരെ ചിലപ്പം പോകും. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ആഗ്രഹം അല്ല പിതാവിൻ്റെ ആഗ്രഹം. പിതാവ് അവന് വേണ്ടി വലുത് ആഗ്രഹിക്കുമ്പോൾ ഈ അവൻ തെറ്റായിട്ടുള്ള വഴി ചൂസ് ചെയ്താൽ അവൻ അതിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പിതാവ് എന്തുവാണ്? ഒബ്സ്റ്റക്കിൾ ഒരുക്കും. ആമേൻ, ഹല്ലേലൂയ. വഴി തടയും. എന്ന് പറഞ്ഞോള്
സ്വർഗസ്ഥനായ പിതാവും നമ്മുടെ ഒരു പിതാവാണ് അല്ലേ, നമ്മുടെ സ്വർഗീയ പിതാവ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ നമുക്ക് വേണ്ടി നന്മകളുണ്ട്. ചിലപ്പോൾ നമ്മൾ അത് കാണത്തില്ല, നമുക്ക് അറിയത്തില്ല. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അത് ടെമ്പററി ആയിട്ട് നമുക്കൊരു കാര്യം തോന്നും, ഇതാണ് നല്ലത്, ഇതായിരിക്കും നല്ലത്. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവർ എല്ലാം ഇത് തിരഞ്ഞെടുക്കുന്നു, ഞാനും ഇത് തിരഞ്ഞെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമ്മുടെ കഴിവിൽ കൂടി, നമ്മൾ പല യുക്തിയിൽ കൂടി അത് സാധിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തത്രപ്പാടും നമ്മൾ ചെയ്യുന്നു. നമ്മളത് ഓരോ സ്റ്റെപ്പ് വിജയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, ആമേൻ, ഹല്ലേലൂയ, ദൈവം നമുക്ക് സക്സസ് നൽകി. പക്ഷെ ദൈവത്തിന് ഹിതമാണോ ഇതുവരെ നമ്മൾ അറിയുന്നില്ല. അത് തിരിച്ചറിയാനുള്ള സാധ്യം എന്തുവാണ്? ഈ തടസ്സം വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഈ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അത് ഒന്നിനെക്കാട്ടി വലുതായിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത്. അത് മാത്രമല്ല, അത് നേരിട്ട് അത് ഓവർകം ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു പീസും വരുന്നില്ല. അത് ഭയങ്കര ഈ ഗിഫ്റ്റിലേക്ക്, ഈ ഗണ്ണിലേക്ക് പോകാൻ ഇവനങ്ങ് ഭയങ്കര ആവേശത്തിലാണ് നിൽക്കുന്നത്. ഇവനൊരു സമാധാനം കിട്ടുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫേവറും ഇല്ല, ഒരു പീസും ഇവൻ്റെ മനസ്സിലില്ല. ഇത് അവനെ നേടണം, എങ്ങനെയായാലും നേടണം. ഒരു സ്റ്റെപ്പ് പടി അവൻ കയറി, അവൻ വിജയിച്ചു. എന്നാലും അവനങ്ങ് സാറ്റിസ്ഫൈ വരുന്നില്ല. ബിക്കോസ് അത് ഇതുവരെ കിട്ടിയില്ല, അവന് കൈ കിട്ടിയില്ല. അവനങ്ങ് എന്തുവാണ്? പീസില്ല. ആമേൻ, ഹല്ലേലൂയ. ഇതുകൊണ്ട് കാണുന്ന ദൈവമക്കളെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും, നമുക്ക് ഒരു ടെസ്റ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വഴി അല്ലാത്ത വഴി, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഹിതം നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്കവിടെ ഒരു പീസ് ലഭിക്കുവാൻ സാധിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമുക്കവിടെ സമാധാനം, ഒരു ഫേവർ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു, ആമേൻ, ഹല്ലേലൂയ എന്ന് നമുക്ക് പറയുവാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആമേൻ. എന്നാൽ തിരിച്ച് നമുക്ക് വേറെ എക്സാമ്പിൾ, ഇതിൻ്റെ മറ്റേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ സിനാരിയോ പറഞ്ഞല്ലോ. അടുത്ത സിനാരിയോ നമുക്ക് ചിന്തിക്കാം. ഈ കടയിൽ നമ്മൾ വന്നപ്പോൾ മകൻ ഇവിടെ കയറിയപ്പോൾ കുഞ്ഞും ഇവിടെ എല്ലാം ഗിഫ്റ്റിൽ നോക്കിയപ്പോൾ അവനിങ്ങനെ നോക്കിയപ്പം ഇവനെ ഡ്രം കണ്ടു. ഇവനിങ്ങനെ ചിന്തിച്ചു, ഓക്കെ, ഡ്രം എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിച്ചു. ഓക്കെ എന്ന് അവനും ചിന്തിച്ചു. പിതാവും ആഗ്രഹിക്കുന്നത് അത് അവന് കൊടുക്കാൻ വേണ്ടി അല്ലേ. അന്നേരം ഇനി ഈ അവസ്ഥയിൽ പിതാവ് എന്തോ ചെയ്യുന്നത്? ഇവനെ എങ്ങനെയാണ് ഈ ഗിഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിതാവ് ശ്രമിക്കും അല്ലേ, ട്രൈ ചെയ്യും. അന്നേരം എന്തോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? പിതാവാണ് അവിടെ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിതാവാണ് ഇവൻ കടയിൽ ചെല്ലുമ്പോൾ എന്തുവാണ് അവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ, ലൈറ്റും ഈ ടോയ് ഗണ്ണും അതിൻ്റെ ഐറ്റംസും സാധനം എല്ലാം വെച്ചേക്കുവാൻ ആ കമ്പനിക്കാർ, ഫോർ എക്സാമ്പിൾ അതൊരു കമ്പനിയുടെ ടോയ് അല്ലേ, ഡിസ്നിയുടെ ടോയ് ആണെന്ന് വെച്ചു. അതിന് ആ ഡിസ്നിക്കാരുടെ ഒരു സ്റ്റോളൊക്കെ വെച്ച് അവർ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പിള്ളേർ ഇവിടെ ടോയ് സ്റ്റോറിൽ കയറുമ്പോഴത്തേനും ഇവർ ഇത് കാണുമ്പോൾ അട്രാക്റ്റ് ആവുന്നത്, വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവിടെ വെച്ചേക്കുക. എന്നിട്ട് അങ്ങോട്ട് അത് ഇവനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവൻ വന്ന് അതിനെ ഉപേക്ഷിച്ച് ഡ്രം ചോയ്സ് ചെയ്തപ്പം എന്തുവാണ്? പിതാവ് ഇവനെ ഹെൽപ്പ് ചെയ്യുക ഈ ടോയിലേക്ക് പോകുവാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. അപ്പോഴത്തേനും അവിടെ ഒരു സെയിൽസ്മാൻ പറഞ്ഞു, മോനെ അവിടെ ടോയ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ ഒരു ഗൺ വെച്ചിട്ടുണ്ട്, അതാണ് നല്ല കാണിക്കാം, അതിൻ്റെ ഡെമോ കാണിക്കുന്നു. അന്നേരം ഇവന് എന്തുവാ ഒരു ഒബ്സ്റ്റക്കിൾ ആരാ ഇടുന്നത്? ശത്രുവാണ് ഇടുന്നത്. ഈ സമയത്തെ ഒബ്സ്റ്റക്കിൾ ആരായിട്ട്? ശത്രുവായിട്ട്. മുമ്പത്തെ ഒബ്സ്റ്റക്കിൾ ആരായിട്ട്? പിതാവായിട്ട്. ഇപ്പോഴത്തെ ഒബ്സ്റ്റക്കിൾ ഇടുന്ന ശത്രുവായിടുന്നത്. അന്നേരം പിതാവ് എന്തു ചെയ്യും? ഈ ഒബ്സ്റ്റക്കിളിനെ മാറ്റുവാൻ വേണ്ടി അവിടെ അതിൻ്റെ നടുക്ക് വന്നിക്കും. ഇവരെ സെയിൽസ്മാനെ മാറ്റിയിട്ട് പിതാവ് അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ഇവനെ ഈ ഡ്രമ്മിന് അടുപ്പിക്കും. ഇവനെ കൊണ്ടുപോയി. അന്നേരം അവൻ കാണും, കുഞ്ഞ് മനസ്സിലാവും, എനിക്കിപ്പോൾ ഈ ഡ്രം എനിക്ക് കിട്ടും. ഇവനൊന്നും കൂടുതൽ എഫർട്ട് ചെയ്യുന്നില്ല. ഇവൻ എന്തോ ചെയ്യുന്നത്? ഇവൻ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് എടുക്കുന്നേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഇവൻ കടന്ന് കഷ്ടപ്പെടുന്നില്ല, ഇവനൊരു പീസ് ഇല്ലാതെ ഇവൻ കടന്ന് പല്ല് കടിക്കുന്നില്ല, ഞെറുമുന്നില്ല. ഹല്ലേലൂയ. ഇവൻ ഇങ്ങനെ നടന്ന് പതുക്കെ ഈ ടോയ് എടുത്ത് പോകുന്നേ ഉള്ളൂ. അന്നേരം ഇവിടെ ടോയ് അവിടെ ചെന്നപ്പം പിന്നെ ഒരു ഒബ്സ്റ്റക്കിൾ ആരാ ശത്രു വെച്ചേക്കുന്നത്? അതെല്ലാം ഗ്ലാസ്സിനകത്ത് അടച്ച് മൂടി വെച്ചേക്കുക. ആമേൻ, ഷെൽഫിനകത്ത് വെച്ചേക്കുക. പിതാവ് എന്തോ ചെയ്യും? ഈ ഷെൽഫ് അവന് തുറക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. അടുത്ത നിമിഷം ഇവൻ വിചാരിക്കുന്നു, ഈ ഡ്രം വെച്ചേക്കുന്നത് ഇതങ്ങ് മേളിലെ ഷെൽഫിലാണ് വെച്ചേക്കുന്നത് വെച്ചോ. ഷെൽഫിൽ നിന്ന് അവന് കൈ എത്തുന്നില്ല, കുഞ്ഞല്ലേ, കൈ എത്തുന്നില്ല. പിതാവ് എന്ത് ചെയ്യും? അടുത്ത് അവനെ തോളത്തെടുക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ കൊണ്ട് അവിടെ കൊണ്ടുവെക്കും. അവന് വേണ്ടി പിതാവ് എന്തോ ചെയ്യുന്നത്? ഒരു ഫേവറബിൾ കാര്യം കൊണ്ട് അവൻ്റെ കയ്യിൽ ആ അനുഗ്രഹം നേടുന്നിടം വരെ ഇവൻ്റെ യത്നമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇവനല്ല പോയി സ്റ്റൂൾ കൊണ്ടുവന്നത്, ഇവനല്ല ഈ ഗ്ലാസ് ഡോർ തുറന്നത്. ഇതെല്ലാം ദൈവമാണ്, ഈ പിതാവാണ് ഇവന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അന്നേരം എന്തുവാ ഇവൻ്റെ ഈ യാത്രയിൽ, ഇവൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒബ്സ്റ്റക്കിൾ കൊണ്ടിരുന്നതിൻ്റെ മധ്യത്തിൽ ആ ഒബ്സ്റ്റക്കിളിൽ ഓവർകം ചെയ്യുവാൻ വേണ്ടി ഒരു ഫേവർ അവിടെ കാണുവാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അതാണ് പിതാവിൻ്റെ ഫേവർ. അന്നേരം മനസ്സിലാവും ഈ ആഗ്രഹം പിതാവിൻ്റെ ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നമ്മൾ പോകുന്ന കാര്യത്തിൽ, നമ്മൾ പോകുന്ന വഴികളിൽ, നമ്മൾ ഇച്ഛിക്കുന്ന ആഗ്രഹങ്ങളിലും അതിലെല്ലാം ഇത് പിതാവിൻ്റെ ഹിതമാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ട് ടെസ്റ്റാണ്
അതിൽ നമുക്കൊരു ദൈവത്തിൻ്റെ ഫേവർ കാണാൻ പറ്റുന്നുണ്ടോ, സാധിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി ഒരു ഫേവർ അവിടെ ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരുണയാൽ, നമ്മുടെ കൃപയാൽ, നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ കഴിവിന് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ശക്തി മുഖാന്തരം അവിടെ എന്തോ നടന്നിട്ടുള്ളേ, അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ യെസ്, അതാണ് ദൈവത്തിൻ്റെ വഴി. ആമേൻ, ഹല്ലേലൂയ. ദൈവമാണ് അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. നമ്മുടെ വിശ്വാസത്താൽ എന്തുവാണ് ഒരു സ്റ്റെപ്പ് എടുത്തേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ വഴികളിലേക്ക് നമുക്ക് പോകുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഗൈഡൻസ് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നത്. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യം ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് പഠിച്ച കാര്യങ്ങൾ, ഞാൻ സ്വമേഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ പല 2 ഓപ്ഷൻസ് നിൽക്കുമ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, ഇതിപ്പം ദൈവത്തിന് ഹിതമാണെങ്കിൽ ഞങ്ങൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ഒരു ഫേവറായിട്ട് കർത്താവ് ചെയ്തു തരും. അന്നേരം യെസ്, ഡെഫിനറ്റ്ലി ദൈവത്തിൻ്റെ വഴിയാണ്. അതല്ല, ഞങ്ങളുടെ യത്നത്താൽ, യുക്തിയാൽ അവിടെ എല്ലാം ശത്രു തടയുവാണ്, ശത്രു വഴി ബ്ലോക്ക് ചെയ്യുവാണ്. എന്നാലും ആ ബ്ലോക്കെല്ലാം മാറ്റി ഞങ്ങളുടെ യുക്തി കൊണ്ട് നമ്മൾ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ പിന്നെയും ഓരോ ഓപ്ഷനുകൾ, നമുക്കൊരു സമാധാനമില്ല. അങ്ങനെ പല അവസ്ഥകൾ ഞങ്ങളുടെ മുൻപാകെ വന്നിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി, ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ഞങ്ങൾ ചിന്തിക്കാം. ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ സെറ്റിലാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങി. ഒരു 10-15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 13 വർഷമായെന്ന് തോന്നുന്നു അല്ലേ, 13 ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 13 ഇയേഴ്സായി. ഞങ്ങൾക്ക് മുത്തുവും ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളവിടെ ഇനി സെറ്റിലാവണമല്ലോ. അന്നേരം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചിന്തിക്കാൻ തോന്നി. അതുവരെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ അധ്വാനിക്കുന്നു, അവൾ ഇടയ്ക്ക് ജോലി ചെയ്യുന്നു, ഇടയ്ക്ക് പഠിക്കാൻ പോകുന്നു, അങ്ങനെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ സെറ്റിലാവുന്നില്ലല്ലോ. സെറ്റിലാകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അന്നേരം ആ സമയത്ത് നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്, പല വർഷങ്ങൾ കൊണ്ടുണ്ട്. നിങ്ങൾ വിദേശങ്ങളിൽ പോകും, നിങ്ങൾ അവിടെ പാർക്കും, അത് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് മറന്ന് സിപ്പിൽ വെച്ച് ഞങ്ങൾ മറന്നുപോയി, നമുക്ക് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പ്രോസസ്സിങ് പല ഓപ്ഷൻസ് ഞങ്ങളുടെ മുൻപാകെ വന്നു. ഞങ്ങൾക്ക് സെറ്റിലാവാൻ നോക്കിയപ്പോൾ അവിടെ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഞങ്ങളുടെ ഒരാളുടെ വരുമാനത്തിൻ്റെ അതുകൊണ്ട് ഞങ്ങൾ ഒരു കൊച്ചിനെ പഠിപ്പിക്കാം, അടുത്ത കൊച്ചിൻ്റെ ഡൊണേഷൻ കൊടുക്കണമെങ്കിൽ അത് ഇമ്പോസിബിളാണ്. അന്നേരം മേഘൻ അവൾ 1ാം ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേന് അവൾക്ക് നല്ലൊരു സ്കൂളിൽ, ഒരു കാത്തലിക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിനുവേണ്ടി ഡൊണേഷൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഇല്ല. അന്നേരം വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു തടസ്സമാണ്, ഞങ്ങളുടെ മുൻപാകെ തടസ്സമായി. ഒരു കുഞ്ഞിനെ ഞങ്ങൾ അഡ്മിഷനെല്ലാം ചെയ്ത് അവളെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചു, കാരണം ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കുഞ്ഞിനെ ഞങ്ങൾ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫീസ് വേറെ കാര്യം, അതിൻ്റെ ഡൊണേഷനും കാര്യങ്ങളും വേണമല്ലോ, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞിനെ അഡ്മിഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ഞങ്ങൾ ചിന്തിച്ചു, എന്നാൽ ആ ഇവളെ ഒരു വർഷം നമ്മൾ പിന്നെ ആ പഴയ ക്ലാസ്സിൽ തന്നെ വിടാം, ഞങ്ങളുടെ പ്ലേ സ്കൂളിൽ തന്നെ അവളെ വിടാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇരിക്കുക. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഏതായാലും സെറ്റിലാകാൻ വേണ്ടി ഇവിടെ ഒരു വീട് വാങ്ങണമെങ്കിൽ, ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേരും തുല്യമായിട്ട് ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ. 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഇവരൊക്കെല്ലാം പഠിപ്പിക്കാൻ, ഇവർക്കെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സെറ്റിലാകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്നാൽ നമുക്ക് പുറമോട്ട് വെളി രാജ്യത്തിലേക്ക് പോകാം എന്ന് ഞങ്ങൾ ചിന്തിച്ച്, അങ്ങനെ നമ്മൾ അതിനുവേണ്ടി കാനഡയ്ക്ക് വേണ്ടി ഞങ്ങൾ IELTS ഒക്കെ പഠിക്കുവാൻ ഇടയായി. തുടർന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്രമീകരിക്കാൻ അങ്ങനെ ഇടയായി. ആ സമയത്ത് അതിനിടയ്ക്ക് അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി, അങ്ങനെ 1-2 ജോലി. ഒരു ജോലി ഇവൾ ഓൾറെഡി AMC പോയിട്ട് വന്നായിരുന്നു. ഞങ്ങൾ ഈ വിഷയത്തോടെ ഞങ്ങൾ, ബിക്കോസ് ഫാമിലി രണ്ട് സ്ഥലത്ത്, അവൾ മറ്റേ സ്ഥലത്ത്, ഞാൻ മറ്റേ സ്ഥലത്ത്, അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ മറ്റൊരു അവിടെ ESI എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുണ്ട്. അത് റായ്പൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അന്നേരം അവിടെ അത് ഗ്രാമത്തിൻ്റെ വല്ലാത്തൊരു ഏരിയ, അവിടെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇതുവരെ താമസിച്ചത് ഏറ്റവും നല്ല ബെസ്റ്റ് സ്ഥലങ്ങളിലാണ്. രാജസ്ഥാനിലാണെങ്കിലും ജയ്പൂരിലും ബാംഗ്ലൂരിലും ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാൽ ഞങ്ങൾക്ക് സെറ്റിലാവണമല്ലോ. സെറ്റിലാകണമെങ്കിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോലി ആണല്ലോ, അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം ഓൾറെഡി പോയി. ഏജ് ലിമിറ്റ് ഇനിയും തീരാറായി. ഏജ് ലിമിറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളത് കുറേ മാസങ്ങളെങ്ങാണ്ട് 6 മാസം എങ്ങാണ്ടേ ഉള്ളൂ, ശേഷിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്പം ലാസ്റ്റ് ഇതിൻ്റെ എക്സാമാണ്, ESIയുടെ എക്സാം. അതിനകത്ത് എക്സാം എഴുതാൻ വേണ്ടി അതിൻ്റെ എല്ലാം പ്രിപ്പയർ എല്ലാം ചെയ്ത് എക്സാം എഴുതി, വളരെ കഷ്ടപ്പാടോടുകൂടി ആ എക്സാം എല്ലാം എഴുതി അതിൽ
പാസ്സായി. അതിൻ്റെ കോളിംഗ് എല്ലാം വന്നു. അന്നേരം അടുത്ത പ്രശ്നം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കുന്നതിന് തന്നെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അത് എങ്ങനെയും പഠിച്ചതിൻ്റെ പാസ്സാകുന്നത് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് അവൾ പഠിച്ച് ദൈവകൃപയാൽ എന്ന് പറയത്തില്ല, ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ യുക്തി കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ പ്രയത്നിക്കുക. എന്തുവാ ആ വേണം, എന്ത് വേണം, അവിടെ ഗവൺമെൻറ് ജോലി നമുക്ക് വേണം. അവിടെ അടുത്ത പ്രശ്നം, വിളിച്ചു അപ്പോയിൻമെൻറ്റ് വിളിച്ചപ്പോൾ അവിടെ ഏതാണ്ട് ഡിലേ ആയി അല്ലേ. ഇപ്പം ഇന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നു, നാളെ അവിടെ ഇൻ്റർവ്യൂ ആണ്. ആ രീതിയിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. അന്നേരം അവിടെ ചെല്ലുവാൻ ഒന്നും പറ്റത്തില്ല. അത് ഒബ്സ്റ്റക്കിളാണ്. ഇത് പോയി നമ്മുടെ കയ്യിൽ നിന്ന്. നമുക്ക് മെറിറ്റ് ലിസ്റ്റ് നമ്മൾ സെലക്ട് ആയി, പക്ഷേ അവിടെ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ ഡിലേ ആയിപ്പോയി. ഏതോ കാരണവശാൽ ഈ ലെറ്റർ നമ്മുടെ കിട്ടാൻ ഡിലേ ആയിപ്പോയി. അന്നേരം വേഗത്തിൽ നമ്മൾ എന്തോ ചെയ്യും, നമ്മുടെ ഓൾറെഡി പൈസ ഇല്ല, അടുത്ത ദിവസത്തെ ട്രെയിനിനൊന്നും ടിക്കറ്റ് കിട്ടുന്നില്ല, ട്രെയിൻ ഇല്ല, ഡയറക്റ്റ് ട്രെയിനും ഇല്ല. എന്നാൽ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്ത് രായക്ക് രാമാനം ഫ്ലൈറ്റിന് അവിടെ പോയി. അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് അവിടെ ഈ ഇതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തു. ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് മടങ്ങി വരണപ്പം പിന്നെയും അടുത്ത കഷ്ടപ്പാട്. ട്രെയിൻ ഏതാണ്ട് ഡിലേ ഉണ്ട്. ട്രെയിന് വളരെ 2-3 ദിവസം ഡിലേ ഉള്ള ട്രെയിനാണ് അന്ന് കിട്ടുന്നത്. അതിനകത്ത് ടിക്കറ്റ് ഇല്ല. അത്രയും കഷ്ടപ്പെട്ട് നിലവിളിച്ച് എല്ലാം അവിടുന്ന് മടങ്ങി വരവ് അവിടുന്ന്. എന്നാൽ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ ഇരിക്കുക, ഇവരിൽ കഷ്ടപ്പെട്ട് അതിന് പോയിക്കൊണ്ടിരിക്കുക. ചുരുക്കം പറഞ്ഞ ദൈവമക്കളെ, അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി ഒത്തിരി പ്രയത്നിച്ചു. അവിടെ പല ഒബ്സ്റ്റക്കിൾ ഞങ്ങൾ കാണുവാൻ സാധിച്ചു. എന്നാൽ ആ ഒബ്സ്റ്റക്കിൾ കാണുമ്പോഴെല്ലാം ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവെ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു വഴി എടുക്കണം. നമ്മളൊരു വഴി, നമ്മുടെ ബുദ്ധിയിൽ തെളിയുന്ന ഒരു വഴി, ഇപ്പം അതാണെങ്കിൽ അതങ്ങ് എടുക്കും, നമ്മൾ സ്റ്റെപ്പ് എടുക്കും, നമ്മൾ ചെയ്യും. പക്ഷേ അതെല്ലാം വീണ്ടും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് നമ്മൾ തീരും. ദൈവം നമ്മളെ വീണ്ടും കാണിച്ചു, അതല്ല നിങ്ങളുടെ വഴി മകളെ, അതല്ല നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്കത് മനസ്സിലാവുന്നില്ല, നമ്മളത് പെർസീവ് ചെയ്യാൻ നോക്കുവാണ്. പക്ഷേ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി UK ഒരു ദൈവം വഴി ഒരുക്കി വെച്ചിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളിത് അറിയുന്നില്ല. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു, ഇവിടുത്തെ ലോയും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ആ സമയത്തൊക്കെ അത് മാറ്റി. എന്തുമായിരുന്നു, സ്കിൽഡ് വർക്കറിന് NHS അവരെ വിളിക്കുന്ന ആ കാര്യം. നമുക്ക് പൈസ ചിലവ് ഒന്നും വേണം. ഇതുവരെ നമ്മൾ പൈസ ഇപ്പം കാനഡയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി പൈസ എല്ലാം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് അസാധാരണ ഒരു ഫേവർ എന്തുവാണ്, പൈസ ഒന്നും കൊടുക്കണ്ട, ഇങ്ങോട്ട് തരുന്നു. UK അതുവരെ UK എന്ന് ചിന്തിച്ചേ ഇല്ല, നമ്മുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല. അടുത്ത ഒബ്സ്റ്റക്കിൾ, IELTS അങ്ങോട്ട് പാസ്സാവുന്നില്ല, എന്തോ ചെയ്യാൻ. ആമേൻ. അന്നേരമാണ് ദൈവം അടുത്ത ഫേവർ, ഇനി OET അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അന്നേരം ഇനി എന്നാൽ OET പഠിച്ചു നോക്കാം. OET എഴുതാൻ OET പഠിച്ചു നോക്കിയപ്പോൾ അവിടെ എന്തുവാ, അടുത്ത ഒബ്സ്റ്റക്കിൾ, OET പാസ്സായില്ല. സ്തോത്രം. അന്നേരം ഞങ്ങൾ വേറെ കർത്താവേ ഇതെന്തുവാണ്, OET പാസ്സായില്ല, ഇനി ഇതും അങ്ങയുടെ വഴിയല്ലേ. പ്രാർത്ഥിച്ചിട്ട് ദൈവാലോചന പറഞ്ഞു, നിങ്ങൾ ഇതിന് റീവാല്യൂഷന് അപ്ലൈ ചെയ്യുക. ഇത് എന്തുവാണ്, ഇത് പാസ് തന്നെയാണ്, ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് മാർക്ക് കിട്ടിയതാണ്, അത് പാസിംഗ് മാർക്ക് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ദൈവകൃപയാൽ റീവാല്യൂഷൻ കൊടുത്ത കേസ അഥവാ ഫെയിലായെങ്കിൽ തിരിച്ച് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ വിശ്വാസത്തോടെ റീവാല്യൂഷൻ കൊടുത്തു. റീവാല്യൂഷൻ അങ്ങ് പാസ്സായി. ആ മാർക്ക് ദൈവകൃപയാൽ OET പാസ്സായി. സ്തോത്രം. അവിടെ എന്തോ കണ്ട് ദൈവത്തിൻ്റെ ഫേവർ കണ്ടു, വീണ്ടും കാണുവാൻ സാധിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ യുക്തി കൊണ്ടല്ല, വീണ്ടും കൃപയാൽ നമുക്ക് കാണുവാൻ സാധിച്ചു. തുടർന്ന് അങ്ങനെ ഞങ്ങൾ UK വന്നു. UK വരുവാനുള്ള എല്ലാ പണവും കാര്യങ്ങളും എല്ലാം, അതെല്ലാം ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ദൈവം ആരോടും കടം വാങ്ങിക്കാതെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ വണ്ടി വിൽക്കാനും എല്ലാം ദൈവം സഹായിച്ചു. അതിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ സഹിതം ഞങ്ങളിവിടെ UK കടന്നു വരുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വഴി ആയതുകൊണ്ട് എന്തുവാണ് ഞാൻ പറഞ്ഞത്, ഫേവർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒബ്സ്റ്റക്കിൾ ഇല്ലെന്നല്ല, ഒബ്സ്റ്റക്കിൾ ഉണ്ട്. ദൈവം ഇവിടെ, ശത്രു ഇവിടെ തടയുന്നുണ്ട്, വീണ്ടും നമ്മുടെ മുൻപാകെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ UK കടന്നു വന്നപ്പോൾ ഇവിടെ അടുത്തൊരു ക്രൈസിസ്. ഇവിടെ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. എനിക്ക് 2 വർഷം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ ഇവിടെ ജോലി ഓൾ ഡേ നൈറ്റ്, എപ്പോഴാണ് പോകുന്നത് അറിയത്തില്ല. ഓൺ കോൾ ഡ്യൂട്ടിയാണ്. UK നാനാ ഭാഗത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ഡ്യൂട്ടിക്ക് വരുന്നത്, എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് അന്നേരം ഫുൾ ടൈം എൻ്റെ IT ഫീൽഡിൽ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ജോലിക്ക് നമുക്ക് പോകണം, വരണം. അന്നേരം ഈ ജോലിയുടെ കൂടെ എനിക്കങ്ങനെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അങ്ങനെ ഇരുന്നപ്പോൾ എന്തുവാണ്, ഒരാളുടെ ശമ്പളം കൊണ്ടാണ് ഇതെല്ലാം ഒരു ലണ്ടൻ പോലുള്ള പട്ടണത്തിൽ നമ്മൾ സർവൈവ് ചെയ്യേണ്ടത്. അവിടെ ദൈവമക്കളെ അടുത്ത ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് കാണുവാൻ സാധിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആരുടെ മുൻപാകെ കൈ നീട്ടുവാനും ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാനും ഒന്നും ദൈവം ഇടയാക്കിയില്ല. ആമേൻ, ഹല്ലേലൂയ.
അവൾ ചെയ്യുന്ന ജോലി തന്നെ ദൈവം ഓവർ ടൈം കൊടുത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ എങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾ ചോദിച്ചു പോകും. ബിക്കോസ് ഇറ്റ് ലുക്സ് വെരി ഇമ്പോസിബിൾ. ആമേൻ, ഹല്ലേലൂയ. അത് മാത്രമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ചൈൽഡ് ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുവാൻ ഉള്ള ഒരു വകുപ്പുമില്ല. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ റൂൾ പ്രകാരം ഞങ്ങൾ വന്നിരിക്കുന്ന ആ വിസയിൽ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുവാൻ ഒരു ഇതുമില്ല, അതിൻ്റെ റൂളേ അല്ല. പക്ഷെ ദൈവം അവിടെ എങ്ങനെ ഒരു ഫേവർ ചെയ്ത് ഇല്ലാത്ത കാര്യം, കിട്ടാൻ സാധ്യത ഇല്ലാത്ത കാര്യം, ഞങ്ങൾ PR ലഭിക്കുന്നതിന് വരെ 5 വർഷം വരെയും ഞങ്ങൾക്കത് ലഭിക്കുവാനിടയായി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞ ദൈവമക്കളെ, ഇവിടെ എല്ലാം കണ്ട എന്തുവാണ്? ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം അവിടെ ഫേവർ ഒഴുക്കി. ആമേൻ, സ്തോത്രം. തുടർന്ന് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അവിടെ കോവിഡ് വന്നപ്പോൾ എല്ലാം വർക്ക് ഫ്രം ഹോം ആയി. ആമേൻ, സ്തോത്രം. അന്നേരം എനിക്ക് ജോലി ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനുള്ള കാര്യം വീണ്ടും ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തമായിരുന്നു ബിസിനസ് ചെയ്യുമെന്ന്. ഞാൻ ജോലി ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുവാൻ വേണ്ടി ആ ഒരു പ്രൊഫസിയും ഫുൾഫിൽ ആകുവാൻ വേണ്ടി ദൈവം അവിടെ ഇടയാക്കി. ആമേൻ, ഹല്ലേലൂയ. വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുവാനും എൻ്റെ കാര്യങ്ങളും എൻ്റെ കടങ്ങളും എല്ലാം തീർക്കുവാൻ വേണ്ടി ഉള്ള എല്ലാ തക്ക സമയത്തും ആരുടെ മുൻപാകെ നമ്മൾ ലജ്ജിതരാകുവാൻ ഇടയാക്കിയില്ല. ആമേൻ, ഹല്ലേലൂയ. അസാധാരണമായ ഫേവർ അവിടെ കാണുവാൻ സാധിച്ചു. ആമേൻ. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെച്ചിരിക്കുന്നത് ഇതായിരുന്നു നമുക്കിപ്പോൾ മനസ്സിലായി. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇപ്രകാരത്തെ ശോധനകളിൽ, ഇപ്രകാരത്തെ പ്രയാസത്തിൽ നമ്മൾ ഒരു വഴിയിൽ ആയി ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വഴിയെ തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയെ മനസ്സിലാക്കുവാൻ വേണ്ടി ആ ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് കാണുവാൻ ഇടയാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആ ഫേവർ ദൈവമക്കളെ ചെറിയായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ ഡെയിലി ആയിട്ട് പറയുന്ന ദൈവത്തിന് സ്തോത്രം പറയുന്ന കാര്യങ്ങളല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ആരുടെ മനസ്സിൽ നിരൂപിക്കാത്ത ആ കാര്യമാണ് ദൈവ പ്രവൃത്തി. ആമേൻ, ഹല്ലേലൂയ. അങ്ങനത്തെ പ്രവൃത്തി നമ്മുടെ മുൻപാകെ കടന്നു വരുമ്പോൾ, ആമേൻ, അതാണ് ദൈവത്തിൻ്റെ വഴി, അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ ചിന്തകൾ. ഹല്ലേലൂയ. അതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാനാകട്ടെ. അതിനുവേണ്ടി നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കണ്ണുകളുടെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നന്ദി കർത്താവേ. വീണ്ടും നല്ല സമയത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങൾ അങ്ങയുടെ കൃപയെ വീണ്ടും അടിയങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്നത്തെ അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങളുടെ ആരാധനയിൽ കൂടുതൽ സഹായിച്ചുള്ള കർത്താവേ, വചനം ധ്യാനിക്കുവാൻ നൽകിയ കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ നൽകിയ വചനത്തിനായ സ്തോത്രം കർത്താവേ, നൽകിയ ഉറപ്പിനായ സ്തോത്രം കർത്താവേ. എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകൾ. ഹല്ലേലൂയ. ഓ, ആകാശം ഭൂമിയിലേക്ക് കർത്താവേ ഉയർന്നിരിക്കുന്ന പോലെ കർത്താവേ, അങ്ങയുടെ ചിന്തകൾ എത്ര വലുതാണ് കർത്താവേ. ഹല്ലേലൂയ. അത് ഈ ദിവസങ്ങളിൽ കർത്താവേ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഞങ്ങളുടെ വഴികളിൽ, ഞങ്ങൾ പോകുന്ന തിരഞ്ഞെടുക്കുന്ന വഴികളിലൊക്കെയും കർത്താവേ, അങ്ങയുടെ അസാധാരണമായിട്ടുള്ള ഫേവർ കാണുവാൻ കർത്താവേ, ഹല്ലേലൂയ, അടിയങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടുവാനല്ല കർത്താവേ, ഞങ്ങൾ വിഷാദപ്പെടുവാനല്ല കർത്താവേ. ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, ഓ സമാധാനം ഇല്ലാതിരിക്കുവാനല്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ആഗ്രഹിക്കുന്നത് സമാധാനമാണല്ലോ. അങ്ങയുടെ വഴികളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പീസ് നൽകുമല്ലോ. ഹല്ലേലൂയ. അതിനായി സ്തോത്രം. അത് പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വഴികളിലും കർത്താവേ, ഹല്ലേലൂയ, അങ്ങേക്ക് പ്രസാദം എന്തെന്ന് കർത്താവ് തിരിച്ചറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദമുള്ള കർത്താവെ വഴികൾ, കർത്താവെ ചിന്തകൾ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കടന്നു വരുന്നത് എല്ലാവരും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. മാനമഹത്വം അങ്ങേക്ക് തരുന്നു. സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.